All mammals produce one type of milk. Humans produce one type of milk, goats, sheep. Cows produce two types of milk. But once upon a time, thousands of years ago, cows also produced one type of milk, just like all the other mammals. And then a genetic mutation occurred because of farmers trying to kind of create a more economical situation for farms and cows and milk. And that genetic mutation introduced the A1 beta-casein protein. ഇതാണ് ആൾക്കാർ ഇപ്പോൾ പാല് കൺസ്യൂം ചെയ്യുമ്പോൾ ആൾക്കാർക്കെല്ലാം വയറിന് ഡിസ്കംഫർട്ട് ഉണ്ടാവുക, ബാക്കി ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഒരു പോയിന്റിലാണ്, കാരണം പണ്ട് A2 മിൽക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജനറ്റിക് മ്യൂട്ടേഷൻ, ജനറ്റിക് സംഭവങ്ങൾ മാറ്റിയത് വഴിയാണ് നമുക്ക് A1 സംഭവം കിട്ടിയത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ നമ്മൾ ഓൾട്ടർ ചെയ്ത് പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ നോക്കി. ആ ഒരു രീതിയിലേക്ക് സംഭവം വന്നു. A1 പ്രോട്ടീൻ മിൽക്ക് ഉണ്ടാകുന്നു, A1 പ്രോട്ടീൻ ഉള്ള മിൽക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നതിലൂടെയാണ് നമ്മുടെ നാട്ടിൽ പാലിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷന് ബാക്കി പരിപാടികളൊക്കെ വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് പാല് നമുക്ക് കഴിക്കുമ്പോൾ അത്ര നല്ല ഒരു സംഭവം അല്ലാതെ വന്നത്. വേറെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതൊരു മേജർ സംഭവമാണ്. ഞാൻ ഈയിടെ റീസെൻ്റ് ആയിട്ട് 1-2 ആൾക്കാരുടെ വീഡിയോയും റിസർച്ചൊക്കെ കണ്ടു. ഏത് A2 മിൽക്ക്, അതായത് ആടിൻ്റെ, എരുമയുടെ, നമ്മുടെ അല്ല നാടൻ വെറൈറ്റി പശുക്കളുടെയൊക്കെ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നില്ല എന്നും, പക്ഷേ A1 മിൽക്കിലേക്ക് വരുമ്പോൾ അത് ഇൻഫ്ലമേഷന് കാരണമാകുന്നുണ്ട് എന്നും ഞാൻ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചും കുറച്ച് എവിഡൻസും കണ്ടു.